ഹായ് എവരിവൺ, കേരള PSC HSA മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസിലെ നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് സെറ്റ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ അതർ ആൻഡ് പോയിന്റ്സ് എന്താണ് എന്നുള്ളത് പറയാൻ പോവുകയാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. എ റിയൽ നമ്പർ L ഈസ് സെറ്റ് ടു ബി അതർ ആൻഡ് പോയിന്റ് ഓഫ് എ സെറ്റ് S ഇഫ് എവറി നെയ്ബർഹുഡ് L കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് S. ഒരു സെറ്റിൻ്റെ അതർ ആൻഡ് പോയിൻ്റ് ആണ് L എന്ന് പറയണമെങ്കിൽ എല്ലിലെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അവിടെ എസ് എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻറ്റെങ്കിലും കണ്ടെയ്ൻ ചെയ്യണം. ഓക്കെ, എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ അതർ ആൻഡ് പോയിൻ്റ് ആണ് എൽ എന്ന് പറയണമെങ്കിൽ എല്ലിലെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും അവിടെ എസ്സിലെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടാവണം. ഓക്കെ, ഏതൊരു നെയ്ബർഹുഡിലും എസ്സിലെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എൽ ഈസ് ആൻ അതർ ആൻഡ് പോയിൻ്റ് ഓഫ് എസ് എന്ന് പറയാം. Okay, an other end point may or may not belong to the set and it may or may not be a limit point of S. ഒരു അതർ ആൻഡ് പോയിന്റ്, ഒരു സെറ്റിലെ അതർ ആൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അതിൽ പോയിന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ പോയിന്റ് ആവില്ല, അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ആവാം അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ് ആവില്ല. ഓക്കെ, ദ സെറ്റ് ഓഫ് അതർ ആൻഡ് പോയിന്റ്സ് ഓഫ് എസ് കൺസിസ്റ്റ് ഓഫ് എസ് ആൻഡ് ഡിറൈവ്ഡ് സെറ്റ് എസ് പ്രൈം. ഇനി നമ്മൾ സെറ്റ് ഓഫ് അതർ ആൻഡ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എസ് എന്ന് പറയുന്ന സെറ്റിലെ പോയിൻറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റിലെ പോയിൻറ്റ്സും ഉണ്ടാവും, എസ് പ്രൈം എന്ന് പറയുന്നതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ അതർ ആൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എസ് പിന്നെ എസ് ഡിറൈവ്ഡ് സെറ്റ് എസ് പ്രൈം ആണ്. ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിൻറ്റ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ് സെറ്റ് ഓഫ് ഓൾ അതർ ആൻഡ് പോയിൻറ്റ്സിന് നമുക്ക് എസ് എന്ന് പറയുന്ന സെറ്റും ഉണ്ടാവാം, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റും ഉണ്ടാവാം. ഓക്കെ, ദ സെറ്റ് ഓഫ് ഓൾ അതർ ആൻഡ് പോയിൻറ്റ്സ് ഓഫ് എസ് കോൾഡ് ദ ക്ലോഷർ ഓഫ് എസ് ഡിനോട്ടഡ് ബൈ എസ് ക്ലോഷർ. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ഓഫ് ഓൾ അതർ ആൻഡ് പോയിൻറ്റ്സ്, എത്ര അതർ ആൻഡ് പോയിൻറ്റ്സ് ഉണ്ടോ ആ അതർ ആൻഡ് പോയിൻറ്റ്സിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലോഷർ ഓഫ് എസ്. ക്ലോഷർ എന്ന് പറഞ്ഞ വേർഡ് എല്ലാവർക്കും ഫെമിലിയർ ആണെന്നറിയാം. എസ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് ഓൾ എസ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ പോയിൻറ്റ്സും പിന്നെ അതിൽ ഡിറൈവ്ഡ് സെറ്റും അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ സെറ്റും കൂടെ കൂടിയതാണ്. എസ് യൂണിയൻ എസ് പ്രൈമിനെയാണ് നമ്മളെന്ന് പറയുന്നത് എസ് ക്ലോഷർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ അതർ ആൻഡ് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അതാണ് എസ് ക്ലോഷർ ഈക്വൽ ടു എസ് യൂണിയൻ എസ് പ്രൈം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. ഇൻഡിജേഴ്സിൻ്റെ ക്ലോഷർ സെറ്റ് എടുത്തു. ഇൻഡിജേഴ്സിൻ്റെ ക്ലോഷർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഐ യൂണിയൻ ഐ പ്രൈം എന്ന് പറയും. ഐ എന്ന് പറയുന്ന ഇൻഡിജറിൻ്റെ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻറ്റ് എം ടി സെറ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഐ യൂണിയൻ എം ടി സെറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. ഇനി ക്യൂ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ക്യൂവും പിന്നെ അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റും കൂടെ ക്യൂ യൂണിയൻ ക്യൂ പ്രൈം. നമുക്കറിയാം ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ സെറ്റ് ആര് വരും? റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരും എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ക്യൂ യൂണിയൻ ആർ എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ 6. അപ്പോൾ ക്യൂ ക്ലോഷർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്യൂ ക്ലോഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കാരണം ക്ലോഷറിൽ എപ്പോഴും സെറ്റ് ഓഫ് ഓൾ ക്യൂവും പിന്നെ അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സും ഉണ്ടാവും. സോ അതെന്താ വരുന്നത്? 6 ആണ് വരുന്നത്. ഓക്കെ, ആർ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ യൂണിയൻ ആർ പ്രൈം. ആർ യൂണിയൻ ആർ പ്രൈം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ ആർ യൂണിയൻ ആർ ഇസ് ഈക്വൽ ടു ആർ എന്ന് വരും. ഇനി എം ടി സെറ്റിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എം ടി സെറ്റും പിന്നെ അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റും. സോ അതിലും എം ടി സെറ്റ് തന്നെയാണ്. എം ടി സെറ്റ് യൂണിയൻ എം ടി സെറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എം ടി സെറ്റ് തന്നെ വരും. ഇനി നമുക്ക് എന്താണ് ക്ലോസ്ഡ് സെറ്റ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ക്ലോഷർ ഓഫ് ദ സെറ്റ് എന്താണെന്നാണ് പറഞ്ഞത്. ഓക്കെ, എസ് ഇനി എന്താ ക്ലോസ്ഡ് സെറ്റ് നോക്കാം. എ സെറ്റ് എസ് ഈസ് സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ലിമിറ്റ് പോയിൻറ്റ്സ് ഈസ് എ മെമ്പർ ഓഫ് ദ സെറ്റ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ ഓരോ പോയിൻറ്റും ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കണം. ഓക്കെ, എ സെറ്റ് എസ് ഈസ് സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ലിമിറ്റ് പോയിൻറ്റ് ഈസ് എ മെമ്പർ ഓഫ് ദ സെറ്റ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ആ സെറ്റിൻ്റെ ഏതൊരു ലിമിറ്റ് പോയിൻ്റ് എടുത്താലും അതൊരു സെറ്റിലെ മെമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ സെറ്റിലെ മെമ്പറായിട്ട് അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ സെറ്റിൻ്റെ മെമ്പർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയാം. എ സെറ്റ് എസ് ഈസ് ക്ലോസ്ഡ് ഇഫ് നോ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എസ് എക്സിസ്റ്റ് വിച്ച് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എസ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ എസ്സിന് പുറത്ത് ഒരു ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ലിമിറ്റ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് എസ്സിനുള്ളിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, എസ്സിൽ ഇൻക്ലൂഡഡ് ആവാത്ത എസ്സിൽ കണ്ടെയ്ൻഡ് ആവാത്ത ഒരു ലിമിറ്റ് പോയിൻറ്റും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. Okay, a set S is closed if and only if derived set of S is contained in S or S closure equal to S. ഇനി നമുക്ക് പറയാം
സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എസിൻ്റെ തന്നെ സബ്സെറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എസ് ക്ലോഷർ എന്ന് പറയുന്നത് എസ് തന്നെയാണെങ്കിൽ, എസ് ക്ലോഷർ എന്താ ശരിക്കും, എസ് ക്ലോഷർ ഈക്വൽ ടു എസ് യൂണിയൻ എസ് പ്രൈം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എസ് പ്രൈം എന്ന് പറയുന്ന എസിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എസ് ക്ലോഷർ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും, എസ് തന്നെയാണെന്ന് കിട്ടും. സോ എസ് ക്ലോഷർ ഈക്വൽ ടു എസ്, ഒരു സെറ്റിൻ്റെ ക്ലോഷർ ഓഫ് ദ സെറ്റ് എസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിറൈവ്ഡ് സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് ആണെങ്കിൽ നമുക്ക് പറയാം എ സെറ്റ് ഇസ് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇനി എ ക്ലോസ്ഡ് സെറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഫോർ വിച്ച് എസ് ക്ലോഷർ ഈക്വൽ ടു എസ്. ഇനി ക്ലോഷർ എസിനോട് ഈക്വലായ ഏതൊരു സെറ്റിനെയും നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആ സെറ്റിലെ എല്ലാ പോയിൻറ്റ്സും അതിൻ്റെ ലിമിറ്റ് അങ്ങനെയല്ല, ആ സെറ്റിലെ എല്ലാ പോയിൻറ്റ്സും ലിമിറ്റ് പോയിൻറ്റ്സ് ആവാമെന്നല്ല, ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് എല്ലാം ആ സെറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആവുക എന്നുള്ളത് അർത്ഥം. ആ സെറ്റിൽ തന്നെ കണ്ടെയ്ൻഡ് ആണെങ്കിൽ ആ സെറ്റിന് നമുക്ക് ക്ലോസ്ഡ് സെറ്റാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ക്ലോസ്ഡ് എ ഓപ്പൺ ബി ഈസ് ക്ലോസ്ഡ് ഈസ് നോട്ട് ക്ലോസ്ഡ് നോർ ഓപ്പൺ. അതായത് ഇവിടെ നോട്ട് ക്ലോസ്ഡ് എന്നുണ്ട്, നോട്ട് ക്ലോസ്ഡ് നോർ ഓപ്പൺ. ഇത് ക്ലോസ്ഡും അല്ല ഓപ്പണും അല്ല, ഇതെന്തല്ല, ബി എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റ് അതിൽ ഇൻക്ലൂഡഡ് അല്ലല്ലോ. സോ നമുക്ക് പറയാം ക്ലോസ്ഡ് എ ഓപ്പൺ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡും അല്ല ഓപ്പണും അല്ല. ഇനി നെക്സ്റ്റ് ക്ലോസ്ഡ് എ ബി ഈസ് ക്ലോസ്ഡ് നോട്ട് ഓപ്പൺ. ഇത് ഈ എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റ്, ഈ സെറ്റ് എന്താണ്, ക്ലോസ്ഡ് സെറ്റാണ്, അത് ഒരു ഓപ്പൺ സെറ്റ് അല്ല. ഇനി ക്ലോസ്ഡ് 0 1 യൂണിയൻ ക്ലോസ്ഡ് 2 3 ഈസ് ക്ലോസ്ഡ് വിച്ച് ഈസ് നോട്ട് ആൻ ഇൻ്റർവൽ. ഇതൊരു ക്ലോസ്ഡ് സെറ്റാണ് അല്ലേ, ക്ലോസ്ഡ് 0 1 യൂണിയൻ 2 3 എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റാണ്. കാരണം ക്ലോസ്ഡ് 0 1 ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് 2 3 ക്ലോസ്ഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിയൻ ഓഫ് ഫൈനൈറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് അഗെയിൻ ക്ലോസ്ഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻ്റർവൽ അല്ല, ഇതൊരു ഇൻ്റർവൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇൻ്റർവൽ ആണെങ്കിൽ കണക്റ്റഡ് ആയിരിക്കണം എന്നുണ്ടേ. അപ്പോൾ ഇവിടെ നമ്മൾ 0 1 0 ഇവിടെ, 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ. അപ്പോൾ ഇത് ഇൻ്റർവെല്ലിൻ്റെ യൂണിയൻസ് ആണ്. അതിന് ടോട്ടലി നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് കണക്റ്റഡ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ഇൻ്റർവൽ ആണെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ദ നൾ സെറ്റ് എം ടി സെറ്റ് ഈസ് ക്ലോസ്ഡ്. നൾ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നൾ സെറ്റ് ഓപ്പണും ആണ് ക്ലോസ്ഡും ആണെന്ന് പറഞ്ഞു. ദർ എക്സിസ്റ്റ് എ നോ ലിമിറ്റ് പോയിന്റ് 5 വിച്ച് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ 5. ഒരു ലിമിറ്റ് പോയിന്റ് 5 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലിമിറ്റ് പോയിന്റ് പോലും അതിനില്ല. സോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം, അത് എം ടി സെറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം, എം ടി സെറ്റ് ഓപ്പണും ആണ്. ഇനി ആർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആസ് വെൽ ആസ് ഓപ്പൺ. ആർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് എവിടെ തന്നെ ഉണ്ട്, ആറിൻ്റെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ്സ് ആണ്, ആറിൻ്റെ എല്ലാ പോയിന്റ്സും എവിടെ തന്നെ ഉണ്ട്, ആറിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ അത് ക്ലോസ്ഡ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ല. കാരണം എന്താ, ക്യൂ എന്ന് പറയുന്നതിൻ്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ക്യൂ ക്ലോഷർ ഈക്വൽ ടു ആർ ആണ് കിട്ടുക. സോ ക്യൂ എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് അല്ല. ക്യൂ ക്ലോഷർ ഈക്വൽ ടു ക്യൂ ആയിരുന്നെങ്കിലാണ് അത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. അതായത് ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആറാണ് വരുന്നത്. ആർ ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ക്യൂ. അതുകൊണ്ട് തന്നെ അത് എന്തല്ല, ക്ലോസ്ഡ് അല്ല. നമ്മൾ ഓപ്പണും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, എ ഈക്വൽ ടു 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. ഇത് ക്ലോസ്ഡ് ആണോ, ഇത് ക്ലോസ്ഡ് അല്ല. ഇതിനാകെ ഒരു ലിമിറ്റ് പോയിൻ്റേ ഉള്ളൂ. ആ ലിമിറ്റ് പോയിന്റ് ഈ സെറ്റിലുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ലിമിറ്റ് പോയിൻ്റേ ഉള്ളൂ. 0 ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ സെറ്റ്, ഓൾ സെറ്റ് ഈസ് നോട്ട് ഓപ്പൺ. നമ്മൾ ഓപ്പൺ അല്ല നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്, ആ ലിമിറ്റ് പോയിന്റ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ ക്ലോസ്ഡ് സെറ്റ്. ഇനി എവറി ഫൈനൈറ്റ് സെറ്റ് എ ഈസ് ക്ലോസ്ഡ് സെറ്റ് ഇറ്റ്സ് ഡിറൈവ്ഡ് സെറ്റ് എ പ്രൈം ഈസ് ഈക്വൽ ടു എം ടി സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. നമുക്കറിയാം ഏതൊരു ഫൈനൈറ്റ് സെറ്റ് എടുത്താലും അത് ക്ലോസ്ഡ് സെറ്റാണ്. കാരണം അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് എം ടി ആണ്. എം ടി ഈസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ എ, എം ടി സെറ്റ് ഈസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ എ. അതുകൊണ്ട് തന്നെ എവറി ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എവരി ഫൈനൈറ്റ് സെറ്റ് ക്ലോസ്ഡ് ആണ് കേട്ടോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എം ടി സെറ്റിലേക്ക് ഇട്ടുക, എം ടി സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്നാണ് വരിക. അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് എസ് ഇസ് ഈക്വൽ ടു 1 - 1 1 -1 -1 1 1/3 -1/3. ഈ സെറ്റ് ക്ലോസ്ഡ് ആണോ എന്ന്. ഈ സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്താ വരിക, ഈ സെറ്റ് -1 1/2 1 1/3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേ ഇത് ശരിക്കും 1 + 1/n ഫോമിലേക്കാണ് പോകുന്നത്. ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് 1 ആണ്. ആ 1 എന്ന് പറയുന്ന ഈ സെറ്റിലുണ്ട്. ഇനി അടുത്ത പോയിന്റ്സ് ഉള്ളത് -1 + 1/n ആണ്. സോ ഇതും പോകുന്നത് എങ്ങോട്ടേക്കാണ്, -1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഈ -1 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റ് ടെൻഡ് ചെയ്യുന്നത് 1ലേക്കും -1ലേക്കുമാണ്. അതാണ് അതിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ രണ്ട് പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇത് കണ്ടെയ്ൻഡ് ആണ്. സോ നമുക്ക് പറയാം ദ സെറ്റ് ലിമിറ്റ് പോയിന്റ് ഓഫ് ദ സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എസ് ക്ലോസ്ഡ് ആണെന്ന് പറയാം. 1 and -1 ആർ ദ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ദോസ് ബിലോങ്സ് ടു എസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലോസ്ഡ് സെറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെൻസ് എന്താണെന്ന് പറയാം. ഓക്കെ,